നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുള്ളത് ഞാൻ ഡ്രസ്സിൻ്റെ റിവ്യൂസൊക്കെ ചെയ്യുന്ന വീഡിയോസൊക്കെ അല്ലേ, പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള റൂമിൻ്റെ അവസ്ഥ കണ്ടിട്ടില്ലല്ലോ. ഞാൻ കാണിച്ചു തരാം. ഇത് ഇത്രയും അലങ്കോലമായി കിടക്കുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഇവിടെ ഒരാളെ ഞാൻ ഉറക്കി കിടത്തിയിട്ടുണ്ട് കേട്ടോ. ഇവൻ്റെ ഉറക്കത്തിൻ്റെ ആഴം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് വീഡിയോ എടുത്ത് തീർക്കും കേട്ടോ. അവൻ എണീറ്റിട്ടാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള പണികളൊക്കെ പെട്ടെന്ന് തീർക്കും. എന്തു മാറ്റം വന്നെന്ന് ഞാനിങ്ങനെ ഓർക്കായിരുന്നു. പണ്ടൊക്കെ ഞാൻ കുറേ സമയം എടുത്ത് പതിയായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം എനിക്ക് കുളിക്കാനൊക്കെ വെറും 10 മിനിറ്റൊക്കെ മതി, അത്ര പോലും വേണ്ട. കാരണം നമ്മൾ സമയം എടുത്ത് കാര്യങ്ങൾ ചെയ്യാനിരുന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ആളൊന്നിനും സമ്മതിക്കത്തില്ല. അപ്പം ഞാൻ അവൻ എണീക്കുന്നതിന് മുമ്പ് അവന് വൈകുന്നേരത്തേനുള്ള ഫുഡും അതിൻ്റെ ഇടയ്ക്ക് ശരിയാക്കി വെക്കണം. ഇനി വേണം എനിക്ക് കുളിക്കണം, അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ട്. പിന്നുണ്ടല്ലോ, നമ്മുടെ ചാനലിൽ ഒരു ഗീവ് അവേ തരണമെന്ന് ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും ഉടനെ ഉണ്ടാകും. നിങ്ങൾക്ക് നല്ല എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ തരണമെന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാനൊന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഇവിടെ ഒരാൾ ശീർഷാസനത്തിൽ നിന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തിനാണ് ഇവനിപ്പോൾ എണീറ്റെന്ന് എനിക്കറിയില്ല. അവൻ്റെ ഉറക്കം തൂങ്ങൽ കണ്ടിട്ട് ഞാൻ പിന്നെ അവനെ കുറച്ച് നേരം കൂടെ ഒന്ന് കിടത്തി കേട്ടോ. പിന്നെ ഇവനെ ഇപ്പോൾ ഒത്തിരി നേരം കിടത്തി ഉറക്കിയാൽ രാത്രിയിലത്തെ ഉറക്കവും കഷ്ടത്തിലാവും. പിന്നെ ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് ലൈഡൂട്ടിൻ്റെ ഇപ്പോഴത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാർട്ടൂണാണ് കേട്ടോ, കൊച്ചു ടി വിക്കകത്ത്. പിന്നെ ഇവിടെ പള്ളിയിൽ പ്രദക്ഷിണവും പിന്നെ പടക്കം പൊട്ടിക്കുന്ന സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവന് ഏറ്റവും പേടിയുള്ളതാണ് ഈ ചെണ്ട പൊട്ടുന്നത്, പടക്കം പൊട്ടിക്കുന്നതൊക്കെ. അത് കാരണം കുറേ നേരത്തെ എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായില്ല. പിന്നെ ഞങ്ങൾ നേരെ അടുക്കളയിലോട്ട് വിട്ടു. അടുക്കളയിൽ ചെന്നാൽ പിന്നെ ഇവന് എന്തെങ്കിലും ചട്ടിയും കലവും 2-3 സവോളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുള്ളി കുക്ക് ചെയ്തോളൂ കേട്ടോ. ഞാൻ മോരുകറി വെച്ചു, അതിൽ കുറച്ച് പുളി കൂടി കൊണ്ട് പഞ്ചസാരയും കൂടി ഇട്ട് അതങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വന്നപ്പോഴത്തേനും അവനടുത്ത് എന്തെങ്കിലും പണി ഒപ്പിച്ച് വെക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോൾ അവൻ നടക്കാൻ തുടങ്ങിയ പ്രായമല്ലേ.